മോളെ അപ്പൊ ഈ കോളേജ് ടൈംസിലൊക്കെ ഇപ്പം മോള് സിനിമ ഇഷ്ടമായിരുന്നു ഉള്ളില്. അപ്പൊ ആ സമയത്തൊക്കെ ഈ ഡാൻസ് അല്ലെങ്കിൽ സ്കിറ്റ്സ് ഒക്കെ പെർഫോം ചെയ്യും, കോളേജിലൊക്കെ ഭയങ്കര അടിച്ചുപൊളി അങ്ങനെയൊക്കെ ആയിരുന്നു? ഞാൻ ഭയങ്കര കലാകാരിയായിരുന്നു. എന്തൊക്കെ അവിടെ ഉണ്ടോ എല്ലാത്തിലും പെർഫോം ചെയ്യും. ഫോക്ക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു ടീച്ചറുടെ അണ്ടറിൽ ഫുള്ള് എൻ്റെ മാസ്റ്റർ ഡിഗ്രി വരെ എടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പഠിച്ചിട്ടുണ്ട്, പല പല ആൾക്കാരുടെ അണ്ടറിൽ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതും കൊണ്ട് ഞാനിപ്പോൾ ഒരു മാസ്റ്റർ ഡിഗ്രി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കാൻ എൻ്റെ കയ്യിലില്ല. പക്ഷേ ഞാൻ ഒത്തിരി ഐറ്റംസ് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈവൻ ഹൈദരാബാദിൽ ഞാൻ നഴ്സിങ്ങിന് പോയപ്പോൾ എനിക്ക് സ്റ്റേറ്റ് ലെവലിൽ 3 പ്രാവശ്യം ക്ലാസിക്കൽ ഡാൻസിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും എല്ലാം എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സ്മാർട്ടായിട്ട് നടന്നപ്പോഴൊക്കെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നേരം ഡാൻസിനെ അത്ര അധികം സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അമ്മച്ചിയാണ് അതെല്ലാം പ്രോത്സാഹിപ്പിച്ച് ഇങ്ങനെ ഒരു നർത്തകിയൊക്കെ ആക്കിയതിന് പിന്നിൽ അമ്മച്ചി തന്നെയാണ്. അപ്പം അതുകൊണ്ട് എന്ത് പറ്റി, ഇപ്പം ഞാൻ എലിമെൻ്ററി ഡിപ്ലോമ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുംബൈയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ എനിക്ക് അത് ടോട്ടൽ 8 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ ഞാൻ 3 വർഷമായി ഇപ്പോൾ ചെയ്തു. ഇപ്പം ഞാൻ ഇനിയിപ്പം 4th ഇയർ ആൻഡ് 5th ഇയർ എക്സാം ഈ വർഷം ഞാൻ ഒന്നിച്ചെഴുതും. പിന്നീട് 2-3 വർഷം കഴിയുമ്പോൾ മാസ്റ്റർ ഡിഗ്രി. എന്നാൽ അപ്പോൾ എനിക്കിതെല്ലാം എളുപ്പമാണ്. കാരണം അടവുകളൊക്കെ ഞാൻ മറന്നുപോയതൊക്കെ ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പം ചെയ്ത പടങ്ങളെല്ലാം 3 സൂപ്പർ സ്റ്റാർസിനൂടെയാണ് ചെയ്തത്. ഒന്ന് ലാൽ സാറ്, ഒന്ന് മമ്മൂക്ക, പിന്നെ അന്നേരം ജയറാമേട്ടൻ അല്ലേ? ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു 3 പേരുടെയും. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇതുപോലെ അനുചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ എന്താ തോന്നണേ, ആ ഒരു സന്തോഷം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം അഭിനയിക്കുന്ന മമ്മൂക്കയുടെ കൂടെ ഞാൻ മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം മമ്മൂക്കയുടെ കൂടെയാണ് അഭിനയിക്കുന്നത്. ചെറിയ വേഷമായിരുന്നെങ്കിൽ കൂടി മമ്മൂക്കയുടെ കൂടെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. എല്ലാവർക്കും ഉള്ളതാട്ടോ, ഇപ്പോഴത്തെ എനിക്കും ഉണ്ടായിരുന്നു ആദ്യമേ. എന്നിട്ട് ഞാനിങ്ങനെ മമ്മൂക്ക ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ എന്നാ പറയുക, ഒരു രാജാവ് വരുന്നത് പോലെ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അടുത്തേക്ക് അടുക്കാനും മിണ്ടാനൊക്കെ ഒരു ഭയങ്കര പേടി. പക്ഷെ ആ ഒരു സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് മിണ്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. കാരണം ദൂരെ നിന്ന് നോക്കി കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിറങ്ങി പോയിട്ടുള്ളതല്ലാതെ. പിന്നീട് പുതിയ നിയമം ചെയ്തപ്പോഴാണ് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ഈ കാണുന്ന ആ ഒരു നമുക്ക് തോന്നുന്ന ഒരു പേടിയുണ്ടല്ലോ, അത് നമ്മൾക്ക് എനിക്ക് തോന്നുന്നത് അതൊരു വ്യക്തിത്വത്തിന്റെ ആ ഒരു വ്യത്യാസങ്ങളാണ്. അതെ, ആ പേഴ്സണാലിറ്റിയാണത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അതെ ഒരു പാവമായിട്ടുള്ളൊരു നല്ലൊരു മനുഷ്യനാണ്. അതെ, എന്നെനിക്ക് പുതിയ നിയമം ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഞാനിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു എന്താണെന്നറിയോ, ആ ഒരു ഫസ്റ്റ് മൂവി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് മാറി കിട്ടിയില്ലേന്ന് ഞാൻ ചോദിക്കാം. കാര്യം ആദ്യമൊക്കെ എനിക്കും ഭയങ്കര പേടിയായിരുന്നു ഷീലു. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഓരോ സീൻ വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് സീൻ ഉണ്ടല്ലോ, നമ്മളെ അങ്ങ് ലൈറ്റ് ആക്കി കളയും. ബിക്കോസ് അദ്ദേഹത്തിന് തന്നെ അറിയാം ഒരു ന്യൂ കമ്മർ ആണെന്നു. അന്നേരം ഒരു ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മുമ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ ഒരു പേടി വരികയല്ലേ, നാച്ചുറൽ. അപ്പൊ പക്ഷെ അത് ആ സൈക്കോളജി അദ്ദേഹത്തിന് മനസ്സിലാവും. എന്നിട്ടാണ് നമ്മളെ ലൈറ്റ് ആക്കി തരുന്നത്. സത്യം, എന്റെ ഫിലിമിൽ അദ്ദേഹം അങ്ങനെ കേട്ടോ ഫുൾ സപ്പോർട്ട്. അപ്പൊ പിന്നെ നെക്സ്റ്റ് മൂവി എടുക്കേണ്ടി വന്നേ. കാരണം ആദ്യത്തെ സിനിമയിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയൊരു വേഷമാണ്. ചെറിയ വേഷത്തിൽ തന്നെ 5-8 സീനുകളുണ്ട്. ഞാൻ ടിനി ടോം ചേട്ടൻ്റെ പേരായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അപ്പോൾ അതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, ഞാൻ സിനിമയിൽ ജസ്റ്റ് വന്ന് 2ാമത്തെ സിനിമയാണ്. അപ്പോൾ എനിക്ക് സിനിമാ ലോകം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് അറിയത്തില്ല. അപ്പം മമ്മൂക്കയെ പോലെ ഒരാളെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇത്. പിന്നീടാണ് പിന്നെ ഷീടാക്സ് ചെയ്തു, കനൽ ചെയ്തു, ലാലേട്ടനെ കണ്ടു. അതൊക്കെ വന്ന് ലാലേട്ടനെ ഞാൻ കാണുന്നത് കനലിൽ എനിക്ക് ആദ്യം ഞങ്ങൾ അല്ലാണ്ട് കണ്ടിരുന്നു ഒരു ദിവസം. അതായത് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡും കണ്ടിരുന്നു. പിന്നീട് എൻ്റെ ഷൂട്ട് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ലാലേട്ടൻ്റെ ഒപ്പമുള്ള. അപ്പോഴതൊരു ട്രെയിനിലുള്ള സീക്വൻസ് ആയിരുന്നു. അപ്പോൾ അത് ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ മമ്മൂക്കയെ കാണുമ്പോൾ തോന്നുന്ന പേടിയുണ്ടല്ലോ, അത് തോന്നത്തില്ല. രണ്ടും വ്യത്യാസമാണ്. എനിക്ക് എന്താ ഞാൻ പറഞ്ഞത്, പേഴ്സണാലിറ്റീസിൻ്റെ ആ ഒരു ലുക്കിൻ്റെ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് ആ ഓരോരുത്തരുടെ ആ ഒരു അതിൻ്റെ വ്യത്യാസമാണത്. ലാലേട്ടനെ കാണുമ്പോൾ ലാലേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന, തമാശയൊക്കെ പറയുന്ന, പിന്നെ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒരു എനർജി വൈബ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഷൂട്ടായിരുന്നു.
ഒരു ട്രെയിനിൽ വെച്ചിട്ടുള്ള, അത് ഫിലിം സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു. മമ്മൂക്ക ശരിക്കും നമുക്കൊരു വലിയേട്ടനാണ്. അതെ അതെ അല്ലേ? ഞാനൊക്കെ ശരിക്കും മമ്മൂക്കയ്ക്ക് അതാ കൊടുത്തിരിക്കുന്നത്, ഒരു വലിയേട്ടൻ. നമ്മളൊരു തെറ്റ് കണ്ടാൽ എന്താ ചോദിച്ചാൽ വഴക്ക് പറയും, പക്ഷെ നന്നായിട്ട് വഴക്ക് പറയും. പിന്നെ നമ്മളെ നല്ലതായിട്ട് കെയർ ചെയ്യുന്ന ഒരാളും കൂടിയാ. പിന്നെ ലാൽ സാറുമായിട്ട് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല കേട്ടോ. ജയറാമേട്ടൻ്റെ അടുത്ത് പിന്നെ പറയേണ്ട കാര്യമില്ല, ഏത് സമയം 24 മണിക്കൂർ തമാശ പറയാനേ നേരം ഉണ്ടാവുള്ളൂ. അല്ലേ? അങ്ങനെയല്ലായിരുന്നു ജയറാമേട്ടന് തമാശ പറയുന്ന ആളാണ്. സെറ്റ് വർത്താനമൊക്കെ എല്ലാവരോടും ഒന്നിച്ചിരുന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നിട്ട് പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഈ ആടുപുലിയാട്ടം ഒരു ഹൊറർ സിനിമയായിരുന്നു. അപ്പം അതിൻ്റെതായ ഒരു ലൊക്കേഷനിൽ തന്നെ ആ ഒരു ഹൊറർ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സീരിയസ് ആയിരുന്നു മൊത്തത്തിൽ ആകപ്പാടെ ഒരു ഹൊറർ ഫീലായിരുന്നു. കാരണം ആ ഒരു ബംഗ്ലാ തന്നെ ഒരു മൊത്തത്തിലൊരു ആകപ്പാടെ ഇങ്ങനെ ഈ വലകളൊക്കെ കെട്ടി, എന്താ പറയുക, ഈ കുറച്ച് ചെയ്തിട്ടുണ്ട്. വല കുറച്ചുണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ ശീലു ഇടയ്ക്കൊക്കെ നോക്കി ആരും കണ്ടെന്നില്ലല്ലോ ബംഗ്ലാവിനകത്ത് എക്സ്ട്രാ. ഞാനിങ്ങനെ ഒരു ദിവസം എന്നെ ഷൂട്ടിന് വിളിച്ചപ്പോൾ ബംഗ്ലാവിലല്ലായിരുന്നു ഷൂട്ട്. അപ്പോൾ എനിക്കുള്ള പോർഷൻസ് ബംഗ്ലാവിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ അവിടെ ചെന്നു. അത് പറഞ്ഞ് ഇവർ വേറൊരു ലൊക്കേഷനിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരെ ഷൂട്ട് നടക്കുന്നു, ജയറാമേട്ടൻ്റെ പോർഷൻ. അവിടെ നിന്ന് ഇവർ ബംഗ്ലാവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ലേറ്റായി. ഞാൻ അതിന് മുന്നേ വന്നിരുന്നു. ഒരു വൈകുന്നേരം സമയമാണ്. ഞാൻ എൻ്റെ കൂടെ പിങ്കി എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും തന്നെ ബംഗ്ലാവില്ല. അപ്പം ഞാൻ പിങ്കിയോട് പറയും, പിങ്കി ഏതാണ്ടൊക്കെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്, അകത്തൊന്ന് കൊട്ടും വെള്ളമൊക്കെ എങ്ങാണ്ടെന്നൊക്കെ എന്തൊക്കെയോ ഒച്ചകളൊക്കെ വരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റിന് പുറകിലൊക്കെ എന്തൊക്കെയോ കുറച്ച് കാടും മലകളും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകം, നമുക്ക് അങ്ങനെ വൈകുന്നേരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീലുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ അല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ചുമ്മാ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴേ തട്ടുമുട്ടൊക്കെ കേട്ടെന്ന് പറഞ്ഞപ്പോ ചെറിയൊരു എന്തൊക്കെയോ അനക്കങ്ങളും എന്തൊക്കെയോ ശബ്ദങ്ങളും ഏതാണ്ടൊക്കെ ഒരു ജീവികൾ അലയ്ക്കുന്ന ഒച്ചയോ ഒക്കെ കേട്ടു. അല്ലാതൊന്നുമില്ല, അല്ലാതെ തോന്നുന്നതായിരിക്കാം. എന്താ നമ്മള് സിനിമയിലൊക്കെ അല്ലേ കൂടുതൽ കാണുന്ന ഒരു പക്ഷി കരയുന്നതായിട്ടും ഒക്കെ. ഹൊററിന്റെ ഒരു ഭയങ്കര അവിടെ കരയുന്നുണ്ടായിരുന്നു. മയിലുണ്ടായിരുന്നു. ഈ മയില് കയറി വലിയ എന്തൊക്കെയോ ഒരു മരത്തിന് മുകളിൽ കയറി ഇരുന്നിട്ട് ഒച്ച ഉണ്ടാക്കുവാണ്. അത് മയിലല്ലേ? പക്ഷെ മയിലാന്ന് എനിക്കറിയത്തില്ലല്ലോ. എന്തോ കാർച്ച ഏതോ ഒരു വലിയ ഏതാണ്ട് ഒരു വലിയ കാർന്നോമാരൊക്കെ ഇരുന്നിട്ട് വലിയ ഒച്ച കൂവാണെന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ഒരു ശബ്ദം. എനിക്ക് തോന്നുന്നത് ഷീലു അവിടെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഷീലു അവിടെ ചെല്ലാൻ പോവാന്ന് എങ്ങാനും ജയറാമേട്ടൻ അറിഞ്ഞിരുന്നെങ്കിൽ പൊന്നു മോളെ മാക്സിമം പേടിപ്പിച്ച് അങ്ങോട്ട് വിട്ടേനെ. ഷീലു ഇറങ്ങി ഓടിയേനെ. എനിക്കത് അറിഞ്ഞു കാണത്തില്ലായിരിക്കും. അത്ര നല്ല പേടിപ്പിക്കാനൊക്കെ ബെസ്റ്റാണ് ജയറാമേട്ടനും മുകേഷ് ചേട്ടനും ഒക്കെ. ഒരു മനുഷ്യനെ പേടിപ്പിക്കാൻ ഇതിപ്പരം എടുക്കരുത്, വേറെ ആരും കാണുവേല. ഒരുപാട് വിശേഷം ഉണ്ട്, ഇതൊന്ന് വിളമ്പട്ടെ ഞാൻ. എന്നാലും വർത്താനം പറയുന്നത് ഞാൻ വിടുവേല. നല്ല രസമുണ്ട് വർത്താനം പറയാൻ. അപ്പം അനുചേച്ചിയുടെ കയ്യും കൊണ്ട് ഉണ്ടാക്കിയ ഇടിയപ്പം ഞാൻ ആദ്യമായിട്ട് താറാവിറച്ചി കഴിക്കാൻ പോവാണ്. അത് പോട്ടെ, ചേട്ടന്റെ പേരും ഒന്നും ചോദിച്ചില്ല. ചേട്ടൻ എവിടെയാ? സത്യം പറഞ്ഞ അടുക്കളയല്ലായിരുന്നോ മോളെ? കൊണ്ടുവന്നൂടായിരുന്നോ? അതും ആൻചേച്ചിയുടെ അടുക്കള. എന്നിട്ട് ഒറ്റയ്ക്ക് വന്നേ? ചേട്ടനെ കൂടെ കൊണ്ടുവരാം ഒരു ദിവസം. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ വാക്കുകളും കൂടെ പഠിച്ചേച്ചാണോ വന്നേ? അല്ലല്ലോ. എന്തായാലും ചേട്ടൻ ഈ പ്രോഗ്രാം കാണുമല്ലേ? എനിക്ക് വിഷമമുണ്ട് കൂട്ടത്തിൽ പോരാഞ്ഞിട്ട്. എന്നാലും എൻ്റെ ഒരു ഹൈ ഉണ്ട് കേട്ടോ. ചേട്ടൻ പേരെന്ന് പറഞ്ഞേ? എബ്രഹാം മാത്യു. വീട്ടില് ബാബു എന്ന് വിളിക്കും. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ? ബിസിനസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് താറാവിറച്ചി കഴിക്കുകയാണ്. കഴിച്ചോളൂ. ഈ താറാവിന് ഒരു ഇതും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ചിക്കനെ കൂട്ട് ഇറച്ചി പ്രതീക്ഷിക്കല്ലേ. ഇത് ഇച്ചിരി എല്ല് കൂടുതലുള്ളതാ, ദശ ഇച്ചിരി കുറവാ. ഇങ്ങനെ പറ്റി പിടിച്ചു വരുവേ, അത് വെന്ത് വരുമ്പോഴത്തേന് ആ ഒരു ഡിഫറൻസ് ഇതിനുണ്ട്. ടേസ്റ്റ് എങ്ങനെ? ഒരു ചിക്കൻ പോലൊന്നും അല്ല, കുറച്ച് ഡിഫറെന്റാ. എന്നാലും അമ്മച്ചി കൊടുത്തില്ലല്ലോ മോക്ക്. ഇത് എനിക്കാ കേട്ടോ ഭാഗ്യം കിട്ടിയേ. പക്ഷെ വീട്ടിലും ആരും അത് താറാവ് അവിടെ ഉണ്ടാക്കിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേരൻസ് കഴിച്ചിട്ടുണ്ടോ നീ ചോദിക്കണമെന്ന്. ഞാൻ ഈ താറാവ് ഇറച്ചിയെ പറ്റിയിട്ട് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ആലപ്പുഴയിലുള്ള ഒത്തിരി കുട്ടികൾ ഇങ്ങനെ പറയാറുണ്ട് താറാവ് ഇറച്ചി. അപ്പം ഞാൻ ഈ താറാവ് ഇറച്ചി എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഉണ്ടാക്കാൻ മേടിക്കാനൊക്കെ. പക്ഷെ അവിടെ ഒന്നും താറാവില്ലല്ലോ. താറാവില്ലടാ. പക്ഷെ എന്നാലും നമ്മളൊരു ഒക്കേഷനിലൊക്കെ മിക്കപ്പോഴും വെക്കേണ്ടതാണ്. പക്ഷെ ഇത് കല്യാണങ്ങളിലൊന്നും വെക്കാറില്ലല്ലോ. ഉണ്ട്? ഇല്ല. റെയറാണ്. അതാണ് ഞാനെന്നാ അങ്ങനെയുള്ള കല്യാണത്തിൽ പോയിട്ടില്ലായിരിക്കും. ഇനിയിപ്പോ എന്റെ ഈ അടുക്കളയിൽ ആ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതെ നല്ലതായിട്ടുണ്ട്.
നല്ല ടേസ്റ്റിയാണ്. അപ്പൊ താറാവ് കഴിക്കാത്തവരൊക്കെ ദണ്ട് ഈ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ താറാവ് ഇറച്ചി കഴിച്ചു തുടങ്ങാം കേട്ടോ. ആദ്യമായിട്ട് താറാവ് കഴിച്ച ഒരാളുടെ അഭിപ്രായം. അപ്പം പിന്നെ ഷീലു ബേസിക്കലി സിൻസിയർ ഒപ്പീനിയൻ ആ പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് കേട്ടോ. എന്നേച്ച് നാളത്തെ താറാവെങ്കിൽ താറാവ് വെച്ച് കാച്ചിക്കോ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമായി. എനിക്ക് തോന്നുന്നൊരു ചെറിയ മട്ടൻ്റെ ടേസ്റ്റാണോ, കോഴിയായിട്ട് ഒരു സാമ്യമില്ല, ചിക്കനുമായിട്ട് ഒരു സാമ്യമില്ല. എനിക്ക് പിന്നെ കുറച്ച് സാമ്യം തോന്നുന്നത്, ഞാൻ മുയലിറച്ചി കഴിച്ചിട്ടുണ്ട്. അയ്യോ ഞാൻ തിന്നിട്ടില്ല. അങ്ങനെ തിന്നാൻ തോന്നുന്നേ അതിങ്ങനെ ഇതുപോലെ പാലാ സൈഡിലൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്റെ പൊന്നു മോളെ ഞാൻ മുയലിനെ തൊടുവല്ല, എനിക്ക് അതിന് ഭയങ്കര ക്യൂട്ടാണ്. പക്ഷെ അത് ഞാൻ അതിനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇറച്ചിയല്ലേ കഴിച്ചിട്ടുള്ളൂ. നേരാ, മുയലാണോന്ന് അറിഞ്ഞോണ്ടല്ലോ കഴിക്കുന്നത്, കഴിക്കുമല്ലേ, കഴിച്ചേച്ചല്ലേ അറിയാതെ കഴിച്ച്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് തോന്നുന്നു. ശരി. അത് പക്ഷെ പണ്ടാട്ടോ കഴിച്ചത്, ഒത്തിരി വർഷം മുന്നേ ഞാൻ ചെറുതായിരുന്നപ്പോൾ. ഇപ്പം കഴിച്ചിട്ടൊക്കെ ഒത്തിരി വർഷങ്ങളായി, ഓർമ്മയേ ഇല്ല. പക്ഷെ ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് സംശയം. ഇപ്പൊ ഷീലു കറക്റ്റ് ആയിട്ട് ടേസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. പാചകത്തിൽ മിടിക്കുക? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നും ഉള്ള ആളല്ല. ഈ പറഞ്ഞ പോലെ അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരോടെങ്കിലും ഞാൻ ഉണ്ടാക്കി കഴിക്കായിരുന്നു. അത് പക്ഷേ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതെന്നൊക്കെ പറയുമല്ലോ. ആരെങ്കിലും ജെനുവിനായിട്ട് ആരെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതൊന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് ഷീലു. ഞാൻ ഉള്ള കാര്യം പറയട്ടെ, നമ്മൾ പുറത്തൊരു തേർഡ് പേഴ്സണ് കൊടുക്കുവാന്നല്ല നമ്മളെ വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അവർ ആ ബെസ്റ്റ് എന്ന് പറയുവേ. പക്ഷെ ഹസ്ബൻഡിന് കൊടുത്താൽ കറക്റ്റ് സിൻസിയർ ഒപ്പീനിയൻ കിട്ടും. ചേട്ടൻ എന്നാ പറഞ്ഞിട്ടുണ്ട്? പക്ഷെങ്കിൽ അച്ഛന് എനിക്ക് തോന്നണം അത് ഈ പറഞ്ഞ പോലെ എന്നാ ഉണ്ടാക്കി കൊടുത്താലും നല്ലതെന്ന് പറയും. ചേട്ടാ ഇത് തന്നെ ഏർപ്പാടാ, ഉള്ള കാര്യം ഉള്ള പോലെ പറയണ്ടായോ? അതെന്നാന്ന് അറിയത്തില്ല, അതിനി എനിക്ക് വിഷമാവോന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ പിന്നെയും ചെന്നിട്ട് ചോദിക്കും, ഇത് എങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാന്ന് പറഞ്ഞില്ല, പിള്ളേര് പറയും കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പിന്നെ പിള്ളേർക്ക് പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടൊരു അറിയത്തില്ലല്ലോ. പിള്ളേരുടെ മനസ്സിൽ കളങ്കമില്ലെന്നൊക്കെ പറയുന്നത് വേണ്ട നെളിഞ്ഞ് ഭർത്താവ് വന്നേരം കൊള്ളാ കുഴപ്പമില്ല പറയില്ലേ. എവിടെ പിള്ളേരെ കൊള്ളുകയല്ലോ.